നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്റെ അരികിലേക്ക് വരണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ശത്രുക്കൾ എന്നെ നിന്നിൽ നിന്നും അകറ്റിക്കളഞ്ഞു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ഈ പേഴ്സന്റെ ഏറ്റവും വലിയ സന്തോഷമെന്നും ഏറ്റവും വലിയ സമ്മാനമെന്നും ഈ പേഴ്സൺ തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതം തുടങ്ങി വെച്ചപ്പോൾ മുതൽ തൊട്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാ തരത്തിലുമുള്ള പരിശ്രമങ്ങളുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ പരിശ്രമങ്ങളെക്കാൾ കൂടുതൽ വലുതായിരുന്നു ശത്രുക്കളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും തടുത്തു നിർത്തുവാനോ അതിനെ മാറ്റി നിർത്തുവാനോ കഴിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വ്യക്തിക്ക് പല വിധത്തിലും ഈ വ്യക്തിയെ തന്നെ സ്വയം സംശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു ശത്രുക്കളുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. ശത്രുക്കളുടെ ബുദ്ധിപരമായ കാപട്യമുഖം, ബുദ്ധിപരമായ നീക്കം ഈ വ്യക്തിക്ക് പലപ്പോഴും മനസ്സിലായില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മറ്റു പലരും പറയുന്നത് വിശ്വസിച്ചും കേട്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യമാണ് കാണപ്പെടുന്നത്. എങ്കിൽ പോലും ഈ വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ പുതിയ ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോസിറ്റീവായ നീക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയ ജീവിതമായിരുന്നു ഏറ്റവും മനോഹരമെന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ആദ്യമൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അതിന് കഴിയാത്തത്ര സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ പുറകിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി പല വിധത്തിലുള്ള പ്രയത്നങ്ങളും ഈ വ്യക്തി പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഈ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മാറ്റി നിർത്തുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടും ഏതെങ്കിലും ഒരു രക്ഷാവലയത്തിൽ കൊണ്ടുപോയി നിർത്തുക എന്നുള്ളതാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ നിങ്ങളിൽ താല്പര്യപ്പെട്ടുകൊണ്ടിരുന്നത്. നിങ്ങളെ സേഫ് ആക്കുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു ഈ വ്യക്തിയുടെ ലക്ഷ്യം. അത് നിറവേറുക തന്നെ ചെയ്തു. ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരെയും സംരക്ഷിക്കുവാനും സ്നേഹിക്കുവാനും ഈ വ്യക്തിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സമാധാനത്തോടെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള പ്രണയം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ഈ പേഴ്സൺ തയ്യാറായില്ല? അത് തീർത്തും ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അങ്ങനെയെല്ലാം ചെയ്തിരുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി കൂടിച്ചേരേണ്ട വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള വഴികളും തടസ്സപ്പെടുത്തുന്ന വിധത്തിലാണ് ശത്രുക്കൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് നിന്നിരുന്നത്. അത് മനസ്സിലാക്കിയ ഈ വ്യക്തി കുറച്ച് കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബുദ്ധിപരമായി നീങ്ങുകയും നിങ്ങളെ മാറ്റി നിർത്തുകയും ഒരുപക്ഷെ നിങ്ങളോട് ബ്രേക്കപ്പ് വരെയും പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലാണ് ഈ വ്യക്തി ഉണ്ടായിരുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിപരമായി നീങ്ങിക്കൊണ്ട് തന്റെ പ്രണയ ജീവിതത്തെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഈ വ്യക്തി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്.
അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ദൂരസ്ഥലത്ത് താമസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടു പേർക്കും യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള സന്തോഷങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നേരിട്ട് കാണിച്ചുകൊണ്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ നിങ്ങളെ രണ്ടുപേരെയും തളർത്തുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് നിങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറാനായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളും അനുകൂലമായി വന്നതായി കാണപ്പെടുന്നു. ആ ഒരു അനുകൂലത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് തടസ്സം ഇട്ടുകൊണ്ട് ശത്രുക്കൾ വന്നു ചേർന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, രാത്രി കാലങ്ങളിലൊക്കെ പലപ്പോഴും ഈ വ്യക്തി വളരെ വിഷമിച്ച് തന്നെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളത്. പലപ്പോഴും ഈ വ്യക്തി ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കായിരിക്കുന്ന സാഹചര്യത്തിലൂടെ എങ്ങനെയെങ്കിലും ആ പ്രശ്നങ്ങളെ മറികടക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ പേഴ്സണ് പുതിയ തുടക്കത്തിന് വേണ്ടി താല്പര്യമുണ്ട്. ആ പുതിയ തുടക്കം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നുള്ള ചിന്തകളിലൂടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറിയിട്ടുണ്ടാകാം, നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തിൽ നിങ്ങളോട് ഈ വ്യക്തി സംസാരിച്ചിട്ടുണ്ടാകാം, കയർത്ത് സംസാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ അത് മനസ്സിൽ തട്ടിയിട്ടല്ല എന്നും ഇപ്പോഴും നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നുള്ളതുമാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും പോസിറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനഃശുദ്ധി തന്നെയാണ്. നിങ്ങളുടെ മനഃശുദ്ധി ഏറ്റവും ശുദ്ധമായി തന്നെ പരിപാവനമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കളങ്കമില്ലാത്ത നിങ്ങളെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി സ്നേഹിക്കാൻ ഈ വ്യക്തി തയ്യാറാകുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അത് മാത്രമല്ല, ഇവിടെ ഈ വ്യക്തി സമാധാനത്തിന്റെ വഴിയിലേക്ക് ചിന്തിക്കുമ്പോൾ പോലും നിങ്ങളുമായി വളരെ പ്രൈവസിയോട് കൂടിയുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മറ്റുള്ളവരെ കുറിച്ചോ, മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതിനെ കുറിച്ചോ, മറ്റുള്ളവരുടെ ഇഷ്ടത്തിനെ കുറിച്ചോ ഒന്നും തന്നെ ഈ വ്യക്തി ചിന്തിക്കുന്നില്ല. നിങ്ങളുമായി അത്രയും നല്ലൊരു പ്രൈവസി ആയിട്ടുള്ള ഒരു ജീവിതത്തെ തന്നെയാണ് ഈ പേഴ്സൺ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ എപ്പോഴും പ്രചോദനപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് എന്തെങ്കിലും ചെറിയ പരാജയത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു വ്യക്തിയല്ല. എപ്പോഴും ഇരിക്കുകയും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ട് അത്ര പെട്ടെന്ന് തകർന്നു വീഴുന്ന ഒരു വ്യക്തിയല്ല ഈ പേഴ്സൺ. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായം എന്ത് തന്നെ ആയാലും നേടിയിട്ടായാലും വേണ്ടില്ല, നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം എന്നുള്ള ചിന്തയിലൂടെ മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാലം ഈ പേഴ്സൺ കണ്ട സ്വപ്നങ്ങളും ആഗ്രഹിച്ച ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ച കാര്യങ്ങളും എല്ലാം തന്നെ നിറവേറുവാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അത് നിറവേറ്റി എടുക്കണമെന്നുള്ള ചിന്താഗതിയിലൂടെയാണ്, പ്രതീക്ഷകളോടെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ ചില സമയത്ത് ചില കഠിന പ്രയോഗങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ടാകാം, മാനസികപരമായിട്ട് കഠിനമായിട്ട് നിന്നിട്ടുണ്ടാകാം. പക്ഷെ അതൊരിക്കലും ഇഷ്ടം ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, നിങ്ങളോട് ഇഷ്ടം ഉള്ളത് കൊണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ താല്പര്യമുള്ളത് കൊണ്ടും തന്നെയാണ്. അപ്പോൾ അതും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വായന എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുക തന്നെ ചെയ്യും. ശത്രുക്കൾ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞ് ശ്രമിച്ചാൽ പോലും നിങ്ങളുടെ അരികിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.